ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായ സെറ്റ് എയിലെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് സെക്ഷൻ ഇയിൽ 24, 25 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം ആദ്യം നോക്കാം. 24 എയിൽ തന്നെ 1ഉം 2ഉം സെക്ഷനുണ്ട്, എന്നിട്ടാണ് ബി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 24 എയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ടച്ചസ് ഇറ്റ് സൈഡ്സ് അറ്റ് പി ക്യു ആർ. Denoting the length of AP by X, write the expressions for the lengths of BQ and CR. രണ്ടാമത്തെ പാർട്ട് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AP. അതായത് എ ബി സി എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം വശങ്ങളെ പി ക്യു ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എ പിയുടെ നീളം എക്സ് എന്നെടുത്ത് ബി ക്യു സി ആർ ഇവയുടെ നീളം എഴുതണം. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എ പിയുടെ നീളം കണക്കാക്കുക. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിനോട്ടിങ് ദ ലെങ്ത് ഓഫ് എ പി ബൈ എക്സ്. അതായത് എ മുതൽ പി വരെയുള്ള ദൂരത്തിനെ എക്സ് എന്നെടുത്താൽ ബി മുതൽ ക്യൂ വരെയുള്ളതും ബി ക്യൂയും സി മുതൽ ആർ വരെയുള്ളതും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് ആദ്യത്തേൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ മുതൽ പി വരെയുള്ള ദൂരം എക്സ് ആണെങ്കിൽ എ മുതൽ ആർ വരെയുള്ള ദൂരം എക്സ് ആയിരിക്കും. കാരണം എ സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന്, ആ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന രണ്ട് തൊടുവരകൾ, രണ്ട് ടാൻജൻസ് ആണ് എ പിയും എ ആറും. അതിൻ്റെ ലെങ്സ് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ എ പിയും എ ആറും എക്സ് തന്നെ ആയിരിക്കും. അപ്പം നമുക്കിവിടെ എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി നമുക്കറിയാവുന്നത് എ മുതൽ ബി വരെയുള്ള നീളം 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി മുതൽ പി വരെ, അല്ല പി മുതൽ ബി വരെയുള്ളത് എത്രയായിരിക്കും? ഈ എക്സിനെ കളഞ്ഞാൽ മതി. 6ൽ നിന്ന് എക്സിനെ കളയുമ്പോൾ 6 മൈനസ് എക്സ് എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ബി പി എത്രയായിരിക്കും? 6 മൈനസ് 6 എക്സ്. അത് തന്നെയാണല്ലോ ബി മുതൽ ക്യൂ വരെയുള്ള നീളം. കാരണം ബി ഒരു പുറത്തെ പോയിൻ്റാണ്. ആ ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് ബി പിയും ബി ക്യൂയും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി പി ഈക്വൽ ടു ബി ക്യൂ ഈക്വൽ ടു 6 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി ഇവിടോട്ട് വരിക. എ മുതൽ സി വരെയുള്ള നീളം 5 സെൻറ്റിമീറ്റർ ആണ്. എ മുതൽ 6 വരെ എക്സ് ആണെങ്കിൽ സി മുതൽ 6 വരെയുള്ള എത്രയായിരിക്കും? സി ആർ ഈക്വൽ ടു 5ൽ നിന്ന് ഈ എക്സ് കളയുക, 5 മൈനസ് എക്സ്. പിന്നെ സി ആർ തന്നെ അല്ലേ സി ക്യൂം, കാരണം സി പുറത്തൊരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള രണ്ട് ടാൻജൻസ് ആണ് സി ആറും സി ക്യൂം. അപ്പോൾ സി ആർ ഈക്വൽ ടു സി ക്യൂ ഈക്വൽ ടു 5 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പം നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? ബി ക്യൂ വേണം. ബി ക്യൂ എന്ന് പറയുന്നത് 6 മൈനസ് എക്സ് ആണ്. പിന്നെ സി ആർ വേണം. സി ആർ എന്ന് പറയുന്നത് 5 മൈനസ് എക്സ് ആണ്. എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ പി, അതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് എ പി എന്ന് പറയുന്ന എക്സ് അല്ല, എക്സിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, ബി മുതൽ സി വരെയുള്ള നീളം 4 സെൻറ്റിമീറ്ററാണ് തന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബി മുതൽ ക്യൂ വരെയുള്ളതിനെ നമുക്ക് എന്തെഴുതാം? ബി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 6 മൈനസ് എക്സ് ആണ് നമുക്ക് കിട്ടി. അതേപോലെ സി മുതൽ ക്യൂ വരെയുള്ളത് സി ക്യൂ, അത് 5 മൈനസ് എക്സ് ആണെന്നും കിട്ടി ആണല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 സെൻറ്റിമീറ്റർ എന്നല്ലേ. അതായത് 5 മൈനസ് എക്സ് പ്ലസ് 6 മൈനസ് എക്സ് ആണ് ഈ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 5 പ്ലസ് 6, 6 5 11, മൈനസ് എക്സ് മൈനസ് 2x ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ 2x ഈക്വൽ ടു, അതായത് മൈനസ് 2xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇവിടെ എന്തുണ്ട്? 11 ഉണ്ട്. ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -4 ആയി. അല്ലെങ്കിൽ 2x ഈക്വൽ ടു 7, അല്ലെങ്കിൽ x ഈക്വൽ ടു 7/2 ഈക്വൽ ടു 7ൻ്റെ പകുതി 3.5 സെൻറ്റിമീറ്റർ. ഇവിടെ എല്ലാ യൂണിറ്റും സെൻറ്റിമീറ്ററിലാണല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററിന് കിട്ടിയല്ലോ. ഇനി ഇതിൽ തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട്. അതിനും ഫിഗർ തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം.
എയിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ എക്സ് വൈ സെഡ് ടച്ചസ് ദ സൈഡ് എക്സ് വൈ അറ്റ് ടി. പ്രൂവ് ദാറ്റ് എക്സ് വൈ പ്ലസ് എക്സ് സെഡ് മൈനസ് വൈ സെഡ് ഈക്വൽ ടു 2xt. അതായത് എക്സ് വൈ സെഡ് എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം എക്സ് വൈ എന്ന വശത്തെ ടി എന്ന ബിന്ദുവിൽ തൊടുന്നു. എക്സ് വൈ പ്ലസ് എക്സ് സെഡ് മൈനസ് വൈ ടി എന്ന് പറയുന്നത് 2xt ആണെന്ന് തെളിയിക്കണം. ഇവിടുത്തെ രണ്ടാമത്തെ സെക്ഷൻ ചോദ്യത്തിൽ പടം തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് വൈ പ്ലസ് എക്സ് സെഡ് മൈനസ് വൈ സെഡ് ഈക്വൽ ടു 2xt എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് ആണ് ട്രയാങ്കിള്. ഈ ടി എന്ന പോയിന്റിൽ കൂടെ ഉള്ള ടാൻജൻ്റ് ആണ് എക്സ് വൈ. അതേപോലെ ഇവിടെ പി എന്ന് ഞാൻ എടുക്കാം. പി എന്ന പോയിന്റിൽ കൂടെ ഉള്ള ടാൻജൻ്റ് ആണ് വൈ സെഡ്. ക്യൂ എന്ന പോയിന്റിൽ കൂടെ ഉള്ള ടാൻജൻ്റ് ആണ് എക്സ് സെഡ്. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന പുറത്തെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ എക്സ് ടിയും എക്സ് ക്യൂയും ഈക്വൽ ആണ് അല്ലെ. എക്സ് ടി ഈക്വൽ ടു എക്സ് ക്യൂ ആണ്. പിന്നെ വൈ അതുപോലെ വേറൊരു പുറത്തെ പോയിന്റ് ആണ്. അപ്പോൾ വൈ ടിയും വൈ പിയും ഈക്വലാണ്. വൈ ടിയും വൈ പിയും ഈക്വലാണ്. അതുപോലെ ഇസഡ് പുറത്തൊരു പോയിന്റ് ആയതുകൊണ്ട് ഇസഡ് പിയും ഇസഡ് ക്യൂവും ഈക്വലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡ് എന്താ? എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് ആണ് നമുക്ക് വേണ്ടത്. ഈ എക്സ് വൈ എന്ന് പറയുന്ന എക്സ് മുതൽ വൈ വരെയുള്ള ദൂരത്തിന് എക്സ് ടി പ്ലസ് വൈ ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ എക്സ് വൈക്ക് പകരം എക്സ് ടി പ്ലസ് വൈ ടി, ശരിയാണല്ലോ. ഇനി എക്സ് ഇസഡിന് പകരം എക്സ് മുതൽ ഇസഡ് വരെ എക്സ് ക്യൂ പ്ലസ് ഇസഡ് ക്യൂ എന്ന് എഴുതാമല്ലോ. എക്സ് ക്യൂ പ്ലസ് ഇസഡ് ക്യൂ. ഇനി മൈനസ് വൈ ഇസഡിന് വരെ വൈ മുതൽ ഇസഡ് വരെയുള്ളതിന് വൈ പി പ്ലസ് ഇസഡ് പി എന്ന് എഴുതാമല്ലോ. വൈ പി പ്ലസ് ഇസഡ് പി എന്ന് എഴുതാം ഈക്വൽ ടു. ഇനി എക്സ് ടി എന്തിനോട് ഈക്വലാണ്? എക്സ് ക്യൂവിനോട് ഈക്വലാണ് അല്ലേ. എക്സ് ടിയും എക്സ് ക്യൂവും ഈക്വലാണ്. അപ്പോൾ 2 ടൈംസ് എക്സ് ടി എന്ന് എഴുതാമല്ലോ. നമ്മൾ ഏതൊക്കെയാണ് എടുത്തത്? എക്സ് ടിയും എക്സ് ക്യൂവും എടുത്തു. ഇനി വൈ ടിയും വൈ പിയും ഈക്വൽ ആണല്ലോ. അതായത് ഈ വൈ ടിയും വൈ പിയും നോക്കിക്കേ, വൈ ടി പ്ലസ് ആണ്, വൈ പി മൈനസ് ആണ്. അപ്പോൾ അത് തമ്മിൽ ക്യാൻസലായി പോയല്ലോ. ഇനി ഇസഡ് ക്യൂവും ഇസഡ് പിയും ഈക്വലാണ്. അപ്പോൾ ഇസഡ് ക്യൂ പോസിറ്റീവാണ്, ഇസഡ് പി നെഗറ്റീവ്. ഇത് പുറത്ത് നെഗറ്റീവ് കിടക്കുന്നുണ്ട്, അത് നെഗറ്റീവ്. അപ്പോൾ അത് തമ്മിൽ ക്യാൻസലായി പോകും. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 2 ടൈംസ് എക്സ് ടിയേ ഉള്ളൂ. അതല്ലേ നമ്മുടെ റൈറ്റ് സൈഡ് RHS അല്ലേ. അപ്പോൾ നമ്മളത് തെളിയിച്ചല്ലോ. ഇനി 24ന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ടാൻജൻസ് ടു ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് O. The tangent from the point P on AB meets CD at Q. രണ്ട് പാട്ടുണ്ട്. ആദ്യത്തെ പാട്ട് പ്രൂവ് ദാറ്റ് ഒ പി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ പി ക്യു. രണ്ടാമത്തെ പാട്ട് പ്രൂവ് ദാറ്റ് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിൻ്റെ സമാന്തരമായ രണ്ട് തൊടുവരകളാണ് എ ബിയും സി ഡിയും. എ ബിയിലെ പി എന്ന ബിന്ദുവിൽ നിന്നുള്ള തൊടുവര സി ഡിയെ ക്യൂ എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഒന്നാമത് ഒ പി എന്ന വര ആംഗിൾ എ പി ക്യൂവിൻ്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. രണ്ടാമത്തത് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒ പി ബൈസെക്സ് ആംഗിൾ എ പി ക്യു എന്നാണ്. അതായത് ഈ രണ്ട് ആംഗിളുകൾ തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. അതായത് ഈ ഒരു പോയിന്റിലേക്ക് ഉള്ള റേഡിയസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതൊരു റേഡിയസ് ആണ്. കാരണം എ പി എന്ന ടാൻജൻറ്റ് ഈ ഒരു പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതേപോലെ ഒ ആർ എന്ന റേഡിയസ് വരയ്ക്കാം. ഈ
പി ക്യു എന്ന സ്ട്രെയിറ്റ് ലൈൻ ആർ എന്ന പോയിന്റിൽ കൂടെയാണ് പോകുന്നത്. ആർ എന്ന പോയിന്റിൽ ടാൻജൻ്റ് ആണ് പി ക്യു. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് എത്ര ടാൻജൻസ് കാണാം? അപ്പോൾ ഇവിടെ ഈ പോയിന്റിന് നമ്മൾ ഇപ്പോൾ എസ് എന്നെടുക്കാം. അപ്പോൾ ഈ എസ് സി കൂടെ ഒരു ടാൻജൻ്റ് ഉണ്ട്, അതാണ് എ ബി. ആർ എന്ന പോയിന്റിൽ കൂടെ ഒരു ടാൻജൻ്റ് ഉണ്ട്, അതാണ് പി ക്യു. പിന്നെ വേണം ഇവിടെ ഒരു ടി എന്നൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ടി എന്ന പോയിന്റിൽ കൂടെ ഒരു ടാൻജൻ്റ് ആണ് സി ഡി ആണല്ലോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ രണ്ട് കോണുകൾ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം. അതായത് ട്രയാങ്കിൾ ഒ എസ് പിയും ട്രയാങ്കിൾ ഒ ആർ പിയും, ഒ എസ് പിയും ഒ ആർ പിയും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയാണ്? ഒ എസ് ഈക്വൽ ടു ഒ ആർ ആണ്. നമ്മൾ ഈ ട്രയാങ്കിളിൽ, ഈ ത്രികോണത്തിലെ വശങ്ങളെ കോണുകൾ ഇതിൻ്റെ താഴെ എഴുതും, ഈ ത്രികോണത്തിലെ വശങ്ങളെ കോണുകൾ ഇതിൻ്റെ താഴെ എഴുതും. തുല്യമായിട്ടുള്ള ജോഡികളാണ് നമ്മൾ എടുക്കുന്നത്. ഒ എസും ഒ ആറും തുല്യമാകാൻ കാരണം എന്താണ്? അത് റേഡിയൈ ആണ്, അഥവാ ആരങ്ങളാണ് ആണല്ലോ. ഇനി ഒ പി, ഈ രണ്ട് ത്രികോണത്തിനും ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള വശമാണ് ഒ പി. ഒ പി ഈക്വൽ ടു ഒ പി എന്ന് എഴുതാം, കോമൺ സൈഡ് അഥവാ പൊതുവായ വശം. ഇനി മൂന്നാമത്തത് പി എന്ന പോയിന്റ് പുറത്തെ പോയിന്റ്, ഈ വൃത്തത്തിലെ പോയിന്റ് അല്ല, വൃത്തത്തിന് പുറത്ത്, സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരച്ചിരിക്കുന്നതാണ് പി എസും പി ആറും. അതായത് എസിലേക്കാണ് പിയിൽ നിന്ന് ടാൻജന്റ് വരച്ചിരിക്കുന്നത്, ആറിലേക്കാണ് പിയിൽ നിന്ന് ടാൻജന്റ് വരച്ചിരിക്കുന്നത്. അവ തമ്മിൽ തുല്യമായിരിക്കും. അപ്പോൾ പി എസ് ഈക്വൽ ടു പി ആർ, ടാൻജൻസ് ആർ ഈക്വൽ, തൊടുവരകൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാലും, അപ്പോൾ ട്രയാങ്കിൾ ഒ എസ് പിയും ട്രയാങ്കിൾ ഒ ആർ പിയും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ട്രയാങ്കിൾ ഒ എസ് പി ഈക്വൽ ടു ട്രയാങ്കിൾ ഒ ആർ പി, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പോൾ ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ബാക്കി പെയേഴ്സ്, ഇവിടെ മൂന്ന് വശങ്ങളാണ് വന്നിരിക്കുന്നത്, മൂന്ന് ആംഗിളുകളും തുല്യമായിരിക്കും. അപ്പോൾ ഒ എസ് ഈക്വൽ ടു ഒ ആർ, ഈ വശത്തിന്, ഈ ആരത്തിന് ഏറെ എതിരെയുള്ള ആംഗിൾ അല്ലേ ഈ താഴെ കിടക്കുന്ന ഇത്. അതേപോലെ ഈ ഒ ആർ എന്ന് പറയുന്ന ആരത്തിനെതിരെ കിടക്കുന്ന ആംഗിളാണ് ഈ മുകളിലത്തെ കോൺ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ പി എസ്, ആംഗിൾ ഒ പി എസ് ഈക്വൽ ടു ആംഗിൾ ഒ പി ആർ എന്ന് എഴുതാം ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒ പി ബൈസെക്സ് ആംഗിൾ എസ് പി ആർ എന്ന് എഴുതാമല്ലോ. ഒ പി ബൈസെക്സ് ആംഗിൾ എസ് പി ആർ, ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ എസ് പി ആറിൻ്റെ സമഭാജിയാണ് ഒ പി എന്ന് എഴുതാമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എ പി ക്യു ആണ്. ഈ പി മുതൽ എസ് വരെ ഉള്ളതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചപ്പോഴല്ലേ എ വരെ ആയത്. അതേപോലെ പി മുതൽ ആറ് വരെ ഉണ്ടായിരുന്നതിനെ നീട്ടി വരച്ചപ്പോഴല്ലേ ക്യു വരെ ആയത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഒ പി ബൈസെക്സ് ആംഗിൾ എ പി ക്യു എന്നെഴുതാമല്ലോ. അല്ലെങ്കിൽ ആംഗിൾ എ പി ക്യുവിൻ്റെ സമഭാജിയാണ് ഒ പി. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ടുണ്ട്. അതിനകത്ത് ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിനകത്ത് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 90, പി ഒ ക്യു ഈക്വൽ ടു 90, അതായത് ഇത് മുഴുവനും കൂടെ ഉള്ള ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റേഡിയസ് രണ്ട് നമ്മൾ എക്സ്ട്രാ വരച്ചത് രണ്ടും മായ്ക്കാം. ഇനി നമുക്കറിയാവുന്നത് ഈ നമുക്ക് തെളിയിക്കേണ്ടത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബട്ട് ട്രയാങ്കിൾ ഒ പി ക്യൂവിൽ മൂന്ന് കോണുകളുണ്ടല്ലോ, ഈ ഒയിലും ഈ പിയിലും ഈ ക്യൂവിലും. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാമല്ലോ അല്ല. അതായത് ആംഗിൾ പി ഒ ക്യൂവും ഈ ആംഗിള്
ആംഗിൾ ഒ പി ക്യൂവും ആംഗിൾ ഒ ക്യു പിയും കൂടെ കൂട്ടുമ്പോൾ 180 നമുക്കറിയാം. ഇപ്പം നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ അകത്തതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, ഇവിടെ അകത്തതിനെ നമ്മൾ വൈ എന്നും എടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതും എക്സ് തന്നെയല്ലേ, ഈ താഴെ കിടക്കുന്നതും എക്സ് തന്നെയല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാമല്ലോ. ഇത് വൈ ആണെങ്കിൽ ഇതും വൈ തന്നെയല്ലേ. ഇപ്പം ഇവിടെ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് അവിടെയും പ്രൂവ് ചെയ്യാം. ഒ ക്യു ഈ ആംഗിൾ സി ഡി പിയുടെ സമഭാജിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് ഈ രണ്ട് കോണുകളും തുല്യമാണ്, അതിനെ എക്സ് എന്ന് എടുത്തു. ഈ രണ്ട് കോണുകളും തുല്യമാണ്, അതിനെ വൈ എന്നും എടുത്തു. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? എ ബിയും സി ഡിയും സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി പാരലൽ സി ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി പാരലൽ സി ഡി ആവുമ്പോൾ ഈ രണ്ട് കോണുകളും, അതായത് ഇത് അതിൻ്റെ ട്രാൻസ്വേഴ്സലാണല്ലോ, ആ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ വശത്താണല്ലോ കിടക്കുന്ന ഈ രണ്ട് എക്സും ഈ രണ്ട് വൈയും അല്ലേ. അവ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. നമ്മളത് പഠിച്ചതാണ്. അതായത് 2x, ഈ 2x കിട്ടിയത് ഈ രണ്ട് എക്സും കൂടെ ചേർന്ന് പ്ലസ് 2y, അതായത് ഈ രണ്ട് വൈയും കൂടെ ചേരുമ്പോൾ 180 ആയിരിക്കണം. ഇതിൽ നിന്ന് 2 പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 × x + y = 180 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ x + y = 180ൻ്റെ പകുതി 90 എന്ന് എഴുതാമല്ലോ. ഇനി ഞാൻ ഇവിടെ എന്തിനാണ് എക്സ് എന്ന് കൊടുത്തത്? ഇവിടെ നിന്നാണ് ഞാൻ എഴുതുന്നത്. ആംഗിൾ പി ഒ ക്യു പ്ലസ് ആംഗിൾ ഒ പി ക്യു, ആംഗിൾ ഒ പി ക്യു അതല്ലേ എക്സ് അല്ലേ, പ്ലസ് ആംഗിൾ ഒ ക്യു പി, ആംഗിൾ ഒ ക്യു പി അതല്ലേ വൈ, = 180 നമുക്ക് കിട്ടിയല്ലോ ഈ സ്റ്റെപ്പിൽ നിന്ന്. അപ്പോൾ ഈ എക്സ് + വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 90 എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ പി ഒ ക്യു പ്ലസ് 90 = 180 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ ആംഗിൾ പി ഒ ക്യു = 180 - 90 = 90 എന്ന് എഴുതാമല്ലോ. 180 90 പോകുമ്പോൾ 90 കിട്ടും. അടുത്ത 25ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യത്തിലെ എ പാർട്ട്, എ സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് വിത്ത് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 12 cm ആൻഡ് 4 ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ് 10 cm. കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. അതായത് വശങ്ങളുടെ നീളം 12 cm ആയ ഒരു സമചതുരവും രണ്ട് വശങ്ങളുടെ നീളം 10 cm ആയ 4 സമപാർശ്വ ത്രികോണങ്ങളും ഉപയോഗിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. അതിൻ്റെ വ്യാപ്തം കണക്കാക്കുക. 25ാമത്തെ എ ക്വസ്റ്റ്യനിൽ ഒരു സ്ക്വയർ പിരമിഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അറിയാം സമചതുര സ്തൂപിക. അത് ഒരു സമചതുരവും പിന്നെ 4 സമപാർശ്വ ത്രികോണങ്ങളും കൂടെയാണ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സമചതുരം അഥവാ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 12 cm ആണെന്നും ഈ സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഈക്വലായിട്ട് വരുന്ന സൈഡുകൾ 10 cm ആണെന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഒരു സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വ്യാപ്തം അഥവാ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വ്യാപ്തം കാണാനുള്ള സമവാക്യം V = 1/3 ബേസ് ഏരിയ × ഹൈറ്റ് ആണല്ലോ. അപ്പം നമുക്കിവിടെ ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. ബേസ് ഏരിയ നമുക്ക് കാണാം, കാരണം ബേസ് പാദത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് പാദം സമചതുരമായതുകൊണ്ട് വശം ഗുണം വശമാണ് അല്ലേ. അത് നമുക്ക് കണ്ടുപിടിക്കാം, ഈ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. പക്ഷേ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്നത് പാദം 12 cm ആണെന്നും ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായിട്ടുള്ള വശങ്ങൾ 10 cm ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ചരിവുയരം അഥവാ സ്ലാൻ ഹൈറ്റ് L നമുക്ക് ആദ്യം കാണണം. L കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഉയരം H കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം L കാണണം. L അഥവാ ചരിവുയരം അഥവാ സ്ലാൻ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മട്ടത്രികോണമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കർണം ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് 10 cm അല്ലേ. അപ്പോൾ 10² = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്.
ബേസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇത്രയും മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് 12ൻ്റെ പകുതി 6 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാണ്. അതിൻ്റെ ആ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാണ്, എൽ സ്ക്വയർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്ലാൻ ഹൈറ്റ് കിട്ടും. 10 സ്ക്വയർ 100 ആണ്, ഈക്വൽ ടു 6 സ്ക്വയർ 36 പ്ലസ് എൽ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ എൽ സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് 36 ഈക്വൽ ടു 64. അപ്പോൾ ഇതിൽ നിന്ന് എൽ ഈക്വൽ ടു √64 ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. 8 സെൻറ്റിമീറ്റർ ആണ് ചരിവ് ഉയരം. ഇനി നമുക്ക് ഹൈറ്റ് എച്ച് കണ്ടുപിടിക്കണം. അവിടെ ഈ റൈറ്റ് ട്രയാങ്കിളാണ് എടുക്കുന്നത്. അവിടെ വരുന്ന ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് എല്ലും ആണ്. അപ്പോൾ എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ബേസ് എന്താ, ബേസ് 12ൻ്റെ പകുതിയാണ്. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എല്ലാം നമുക്കിപ്പോൾ കിട്ടി 8. അപ്പോൾ എൽ സ്ക്വയർ 64 ഈക്വൽ ടു 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതാം. അല്ലെ എച്ച് സ്ക്വയർ ഈക്വൽ ടു 64ൽ നിന്ന് 36 കുറച്ചാൽ മതിയല്ലോ. 64ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ 28 സെൻറ്റിമീറ്റർ കിട്ടി. അത് എച്ച് സ്ക്വയർ ആണ് 28. അപ്പോൾ എച്ച് ഈക്വൽ ടു √28 ആയല്ലോ, √28 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് കിട്ടി. ബേസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം പാദം സമചതുരമാണ്, സ്ക്വയർ ആണ്. വശം ഗുണം വശം അല്ലെങ്കിൽ സൈഡിൻ്റെ സൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1/3 ഇൻറ്റു സൈഡ് 12 ആയതുകൊണ്ട് 12 ഗുണം 12 ഇൻറ്റു എച്ച് √28. ഈ 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആയല്ലോ. 4 ഗുണം 12 48. അപ്പോൾ 48 √28 എന്ന് എഴുതാം. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ 28നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 14 വരും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7 വരും. അപ്പോൾ 2 പ്രാവശ്യം 2 കിടപ്പുണ്ടല്ലോ. അപ്പോൾ റൂട്ടിന് പുറത്ത് 2 എഴുതാമല്ലോ. അതായത് 48 ഓൾറെഡി ഉണ്ട്, ഇൻറ്റു ഇതിലെ 2. അപ്പോൾ 96 റൂട്ട് ബാക്കി എന്താ ഉള്ളത് 7. വോളിയം ആയതുകൊണ്ട് ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി 25ൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഈസ് കട്ട് ഓഫ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റേഴ്സ് and bend into a cone. First part, calculate the slant height, base radius and height of this cone. രണ്ടാമത്തെ പാർട്ട്, calculate the volume of this cone. അതായത് ആരം 15 സെൻറ്റിമീറ്റർ ആയ വൃത്താകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും കേന്ദ്രകോൺ 216 ഡിഗ്രിയുള്ള വൃത്താംശം മുറിച്ചെടുത്ത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്തസ്തൂപികയുടെ ചരിവുയരം, ആരം, ഉയരം എന്നിവ കണക്കാക്കുക. ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തവും കണക്കാക്കുക. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 15 സെൻറ്റിമീറ്റർ ആരം ഉള്ള ഒരു വൃത്തത്തിൽ നിന്ന് 216 ഡിഗ്രി എടുത്ത് വൃത്താംശം എടുത്ത് ഇരിക്കുക. അതുകൊണ്ട് അതിനെ വളച്ചാണ് ഒരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കോണിൻ്റെ ചരിവുയരം എന്ന് പറയുന്നത് ഈ 15 സെൻറ്റിമീറ്റർ തന്നെയല്ലേ അല്ലേ? നമ്മൾ സാധാരണ ഈ വൃത്താംശത്തിൻ്റെ റേഡിയസിനെ, ആരത്തിന് ക്യാപിറ്റൽ ആറെന്നും അത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന കോണിൻ്റെ ആരത്തിന് റേഡിയസിനെ സ്മോൾ ലെറ്റർ ആറെന്നുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോണിൻ്റെ ഹൈറ്റ് വേണം. അതിനെ h എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് സ്ലാൻ ഹൈറ്റ് ആണ്. സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസറിൽ സ്ലാൻ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. സ്ലാൻ ഹൈറ്റ് ഈക്വൽ ടു അഥവാ ചരിവ് ഉയരം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ആരം കണ്ടുപിടിക്കണം. ആരം കാണാനായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? R/R ക്യാപിറ്റൽ R ഈക്വൽ ടു 216/360. 360 എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ മുഴുവൻ കോണിൻ്റെയും അളവാണ്. നമുക്ക് സ്മോൾ ലെറ്റർ ആർ അഥവാ റേഡിയസ് ആണ്, കോണിൻ്റെ ആരമാണ് സ്മോൾ ലെറ്റർ ആറ്. അത് കാണാൻ വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഗുണിച്ചാൽ മതി. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 216നെ 360 കൊണ്ട് ഹരിച്ചിട്ട് 15 കൊണ്ട് ഗുണിക്കുക. നമുക്കിതിനെ വെട്ടിച്ചെറുതാക്കാം. 5 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 5 ഗുണം 3 ആണ് 15. 5 ഗുണം 7 35. മിച്ചം 1 വന്ന് 10-നകത്ത് 5 2 പ്രാവശ്യം. ഇനി 72 216. 72 ഗുണം 3 ആണ് 3 6 7 14 21 216. അപ്പോൾ എന്തെഴുതാം? 216നെ 72 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും അല്ലേ? അപ്പോൾ 3 ഗുണം 3 9 സെൻറ്റിമീറ്റർ ആണ്
നമുക്ക് ഇതിൻ്റെ ആരം, കോണിൻ്റെ ആരം കിട്ടിയത്, ബേസ് റേഡിയസ് ആയിട്ട് കിട്ടിയത്, പാദത്തിൻ്റെ ആരം. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റാണ്, എച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ 15 എന്നും കിട്ടി, ഇത് 9 എന്നും കിട്ടി. ഇത് മട്ടത്രികോണമാണല്ലോ. അപ്പോൾ എന്താ കർണം എന്ന് പറയുന്നത് 15, ഹൈപ്പോട്ടന്യൂസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ 9 ആണ്. 9 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എച്ച് ആണല്ലോ നമുക്ക് അറിയാൻ വയ്യാത്ത. 15ൻ്റെ സ്ക്വയർ 225 ഈക്വൽ ടു 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് എച്ച് സ്ക്വയർ. അല്ല, എച്ച് സ്ക്വയർ ഈക്വൽ ടു 225 നിന്ന് 81 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 144 കിട്ടുമല്ലോ. അല്ലെങ്കിൽ എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് 144, ഇതെന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കൂടെ കാണണം. വ്യാപ്തം കാണാനുള്ള സമവാക്യം എന്താണ്? വി ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. അത് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ വ്യാപ്തം വി ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ 9 സ്ക്വയർ, 9 ഇൻറ്റു 9 ഇൻറ്റു എച്ച് 12. 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വന്നല്ലോ. അപ്പോൾ 3 ഗുണം 9 27, 27 ഗുണം 12 ഗുണിച്ച് നോക്കുക. 324 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യാപ്തം. അപ്പോൾ നമ്മൾ 25 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് 26, 27, 28 വരയ്ക്കാനുള്ളതാണ്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരയ്ക്കുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ബി ചെയ്യാം.